നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. 1000 സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കാനും അത് മരണം വരെ നിലനിർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇത് കേൾക്കുന്ന ആരെങ്കിലൊക്കെ ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും 1000 സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ചെയ്യുന്ന കാര്യങ്ങളെ ആഖിറത്തിൽ എന്താണ് അതിൻ്റെ, ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് ആഖിറത്തിൽ എന്താണ് അതിൻ്റെ എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആഖിറത്തിന് വേണ്ടി ചെയ്യാം. 2, നാളെ മരിക്കുമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തെറ്റുകളിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നന്നാകാനുള്ള ഒരു ഇത് വരും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ മദീനയുടെ കാറ്റടിക്കണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വലാത്ത് കൊണ്ട് ഹൃദയം മദീനയാക്കണം. അത്തരത്തിൽ മദീനയെ സ്നേഹിക്കാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ പതിവാക്കാനൊക്കെ നമുക്ക് കഴിയണം. സ്വലാത്ത് ചൊല്ലി അവൻ്റെ ഖബർ മദീന പോലെ പ്രകാശിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മരിച്ച് ഖബറിൽ ഇരുട്ടാണ്, പേടിയാണ്. പക്ഷെ സ്വലാത്ത് ദുനിയാവിൽ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ആ ഇരുട്ടാർന്ന ഖബറിലും മദീന പോലെ പ്രകാശിക്കും എന്നുള്ളതാണ്. അപ്പോൾ നാളെ മരിച്ചാൽ നമുക്ക് ഖബറിൽ നമ്മുടെ കൂട്ടുകാരോ കുടുംബക്കാരോ ആരും ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത അമലുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ ധാരാളം ഖുർആൻ ഓതുക അല്ലെങ്കിൽ സ്വലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് നാളെ കൂട്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് കിട്ടുന്ന സമയം നമ്മൾ പാഴാക്കാതെ സെക്കൻഡുകൾ ഉണ്ടെങ്കിലും അത് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ തന്നെ അത്വരം പ്രതിഫലമാണ്. അപ്പോൾ 1000 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ 10000 റഹ്മത്തല്ലേ കിട്ടുന്നത്, 10000 പാവങ്ങളല്ലേ പൊറുക്കുന്നത്, 10000 ദറജകളല്ലേ ഉയർത്തുന്നത്. അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യാൻ. ഇന്ന് വെളിച്ചമുള്ള വീട്ടിൽ നമ്മൾ കിടക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാൻ മടിയാണ്. നാളെ ഇരുട്ടുള്ള ഖബറിൽ സ്വലാത്ത് മാത്രമേ വെളിച്ചമായിട്ടുണ്ടാവുകയുള്ളൂ. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കണം. മരണപ്പെടുമ്പോൾ ആരും ബാങ്ക് ബാലൻസ് നോക്കാറില്ല. പക്ഷെ നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് മുതൽ ചിന്തിക്കണം, നമ്മൾ മരണപ്പെടുന്നത് ഇന്നാണെങ്കിൽ നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലി. നമ്മുടെ മീസാനിലെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ നമ്മളുടെ തെറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സ്വലാത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പായി നമുക്ക് ചൊല്ലാൻ കഴിയണം. അതിലൂടെ ഒരുപാട് പാപങ്ങൾ നാം അറിയാതെ തന്നെ അള്ളാഹു തആല എന്ത് ചെയ്യും, ആ പാവങ്ങളെയൊക്കെ പുറത്തു തരും. പാവങ്ങളൊക്കെ മായ്ച്ചുപെടാനും അതൊക്കെ ഒരു കാരണമാണ് സ്വലാത്ത് എന്നുള്ളത്. അള്ളാഹു തആല സ്വലാത്ത് പതിവാക്കാനും ഖബറിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ഖബർ ജീവിതത്തിൽ കിടക്കാനും അള്ളാഹു ഈ സ്വലാത്ത് കൊണ്ട് നമുക്കത് കാരണമാകും. അള്ളാഹു അതിനുള്ള തൗഫീഖ്, നല്ലൊരു മരണം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.